ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ഐതിഹാസികമായ ഒരേടാണ് പുന്നപ്ര വയലാർ സമരം. കേരളത്തിൻ്റെ ചരിത്രത്തിലും ഇതുപോലെ മറ്റൊന്ന് കാണാനുണ്ടാവില്ല. ഏറ്റവും അധികം അടിച്ചമർത്തപ്പെട്ട അതിസാധാരണക്കാരായ ഒരു വിഭാഗം ജനങ്ങൾ ആത്മാഭിമാനത്തിന് വേണ്ടിയും പൗരാവകാശത്തിന് വേണ്ടിയും മർദ്ദക ഭരണകൂടത്തിനെതിരെ നടത്തിയ സാഹസികമായ ഒരു വിപ്ലവം, ഒരു ചെറുത്തുനിൽപ്പായിരുന്നു പുന്നപ്ര വയലാർ സമരം. തീർച്ചയായിട്ടും അതിശക്തരായ തിരുവിതാംകൂർ രാജകീയ ഭരണകൂടം ആ സമരത്തെ അടിച്ചമർത്തി. ആയിരക്കണക്കിന് പേർ രക്തസാക്ഷികളായി. പക്ഷേ ആ രക്തസാക്ഷിത്വം വിഫലമായില്ല. ആ സമരത്തിന്, ആ വിപ്ലവത്തിന് നേതൃത്വം വഹിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ സമരം കഴിഞ്ഞ് ഏതാണ്ട് 10 വർഷം കഴിഞ്ഞപ്പോൾ കേരളത്തിൽ അധികാരമേറി. ജനാധിപത്യ മാർഗത്തിലൂടെ അധികാരം ഏറുന്ന, കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരമേറുന്ന ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനമായി കേരളം. ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം മാത്രമല്ല, ലോകത്ത് തന്നെ വോട്ടെടുപ്പിലൂടെ അധികാരമേറിയ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരമേറിയ ആദ്യത്തെ പ്രദേശങ്ങൾ ഒന്നുമായി കേരളം. പിന്നീട് കേരളത്തിൻ്റെ ചരിത്രം വലിയ തോതിൽ മാറ്റിയെഴുതപ്പെട്ടു. പുതിയ കേരളം സൃഷ്ടിക്കപ്പെട്ടു. ആ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ തന്നെ കേരളത്തെ മൗലികമായി മാറ്റിമറിക്കുന്ന പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നു. ഇപ്പോൾ ഈ വർഷങ്ങൾക്കെല്ലാം ശേഷം 2026 കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിലുണ്ട്. ഇങ്ങനെയുള്ള ദീർഘമായ പ്രക്രിയകൾക്ക് തുടക്കം കുറിച്ച പ്രധാനപ്പെട്ട സംഭവങ്ങളിൽ ഒന്നാണ് പുന്നപ്ര വയലാർ സമരം. ഇത്രയും സുപ്രധാനമായ ഒരു ചരിത്ര സംഭവത്തെക്കുറിച്ച് ഒട്ടേറെ പുസ്തകങ്ങൾ വന്നിട്ടുണ്ട്, ഒന്നാന്തരം കവിതകൾ ഇറങ്ങിയിട്ടുണ്ട്, ഒരുപാട് പഠനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരു നോവൽ രൂപത്തിൽ, സാഹിത്യത്തിൻ്റെ ഏറ്റവും ഭാവനാത്മകമായ ഒരു രൂപത്തിൽ ഇതാദ്യം വരുന്നത് KV മോഹൻകുമാർ രചിച്ച ഈ ഉഷ്ണരാശി എന്ന പുസ്തകത്തിലൂടെയാണ്. മലയാള മനോരമ കഴിഞ്ഞ 25 വർഷത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട പുസ്തകങ്ങളുടെ ലിസ്റ്റിൽ ഈ ചരിത്ര നോവൽ ഉണ്ട്. അമ്മേടെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അഡ്മിറ്റ് കാർഡ് വന്നിട്ടോ? ആഹാ, അത് നന്നായല്ലോ. അപ്പോ ഈ വിസയും ടിക്കറ്റും ഒക്കെ കാശ് എത്ര വേണ്ടി വരുടാ? ഒരു 4-5 ലക്ഷം എന്തായാലും വേണ്ടി വരും. എത്ര ദിവസം കിട്ടും നമുക്ക്? 20-25 ദിവസം. അമ്മ ഞാനെന്താ മറുപടി അയക്കണ്ടേ? നീ ഓക്കെ പറഞ്ഞോ? KSFE, ഈ നാടിന്റെ ധൈര്യം. മോഹൻകുമാർ ഒരു സീനിയർ IAS ഉദ്യോഗസ്ഥനായിരുന്നു. അതിനു മുമ്പ് ദീർഘകാലം അദ്ദേഹം പത്രപ്രവർത്തകനായിരുന്നു. അദ്ദേഹം 38ഓളം പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. നോവൽ, കഥ, ഓർമ്മക്കുറിപ്പുകൾ, യാത്രാവിവരണങ്ങൾ, ബാലസാഹിത്യം എന്നിങ്ങനെ വളരെ സമ്പന്നമായ ഒരു സാഹിത്യ ഒരു പശ്ചാത്തലം അദ്ദേഹത്തിനുണ്ട്. ഇത് 500 പേജോളം വരുന്ന ഒരു പുസ്തകമാണ്. ഇത് ഈ പുന്നപ്ര വയലാർ സമരത്തിൻ്റെ സമഗ്രമായ കഥ, സമഗ്രമായ ചരിത്രം എന്നുള്ളതിന് പുറമേ അതിൽ പങ്കെടുത്ത ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറെയൊന്നും അറിയപ്പെടാത്തതുമായ ഒട്ടേറെ മനുഷ്യരുടെ, പുരുഷന്മാരുണ്ട്, സ്ത്രീകളുണ്ട്, അനഘാശയനെ പോലെയുള്ള കൊച്ചു ചെറുപ്പക്കാരുണ്ട്. ഇവരുടെ എല്ലാവരുടെയും വിശദമായ ഒരു കഥ, അവരുടെ അനുഭവങ്ങൾ, അവരുടെ വിവരിക്കാനാവാത്ത ദുരിത കഥകൾ, സ്ത്രീകൾക്ക് ഉണ്ടായ ദുരിതങ്ങൾ, ഭരണകൂടത്തിൽ മാത്രമല്ല ആ പ്രദേശത്തെ അമ്പലപ്പുഴ, ചേർത്തല താലൂക്കുകളിലാണ് ഈ കരപ്പുറം എന്നറിയപ്പെടുന്ന ഈ മേഖലയിലെ ആ കാലത്തെ 2ാം ലോക മഹായുദ്ധകാലത്തോടെ വലിയ വറുതിയിലേക്ക് വീണ ആ പ്രദേശം, ഏറ്റവും അതിസാധാരണക്കാരായ ദരിദ്രരായ മനുഷ്യരെ ഭരണകൂടം എങ്ങനെയൊക്കെ അതിലും വലിയ ക്രൂരതകൾ അവരുടെ മേൽ അടിച്ചേൽപ്പിച്ചു, സ്ത്രീകളെങ്ങനെ മാനഭംഗപ്പെട്ടു, പുരുഷന്മാരെങ്ങനെ കൊടിയ മർദ്ദനത്തിനിരയായി, എന്തുതരം ചെറുത്തുനിൽപ്പിനെയും തകർത്തെറിഞ്ഞ ആ ഭൂവുടമകളുടെയും അവരുടെ കൂട്ടാളികളായ ഗുണ്ടകളുടെയും അവർക്ക് സഹായമായി വന്ന പോലീസിൻ്റെയും, തിരുവിതാംകൂറിലെ രാജകീയ ഭരണത്തിൻ്റെ കീഴിലുള്ള പോലീസിൻ്റെയും പട്ടാളത്തിൻ്റെയും ഒക്കെ ക്രൂരതകൾ ഉള്ളുലയ്ക്കുന്ന വിധം വിവരിച്ചിട്ടുണ്ട്. മാത്രമല്ല
അതിനോടൊപ്പമുള്ള മാനുഷിക കഥകൾ, ആ ജീവിതം, അവരുടെ പ്രണയം, അവരുടെ വിരഹം, അവർക്കുണ്ടായ വലിയ വലിയ സന്തോഷങ്ങൾ, ചെറിയ ചെറിയ എന്താ പറയുക, പരസ്പര സ്നേഹത്തിൻ്റേതായ കഥകൾ, ഇതെല്ലാം ചേർത്തുകൊണ്ടാണ് ഈ നോവൽ വികസിക്കുന്നത്. ഇതിനോടൊപ്പം അത് നാടിൻ്റെ ചരിത്രമുണ്ട്, കേരളത്തിൻ്റെ ചരിത്രമുണ്ട്. അതേസമയത്ത് പുന്നപ്ര വയലാറിലേക്ക് നയിച്ച ദേശീയവും അന്തർദേശീയവുമായ സംഭവവികാസങ്ങളുടെ വിവരണമുണ്ട്. ഈ സമരത്തിൻ്റെ ഉൾപിരിവുകളുണ്ട്. ഈ സമരത്തിൻ്റെ നേതൃത്വത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉള്ളിലുണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അതിനെ ഒറ്റുകൊടുക്കാൻ അല്ലെങ്കിൽ അതിനെ ചതിക്കാൻ സ്റ്റേറ്റ് കോൺഗ്രസും മറ്റ് ചില വിഭാഗങ്ങളും സാമുദായിക നേതാക്കളുമൊക്കെ എങ്ങനെ SRCP അന്നത്തെ ഈ സമരത്തെ അടിച്ചമർത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിച്ച ദിവാൻ SRCP രാമസ്വാമി അയ്യരുടെ ശിങ്കിടികളായി മാറിയ സാമുദായിക നേതാക്കളെക്കുറിച്ചുണ്ട്, സ്റ്റേറ്റ് കോൺഗ്രസ് നേതാക്കളെക്കുറിച്ചുണ്ട്. അതേസമയത്ത് ഇതിൻ്റെ നേതൃത്വത്തിലുണ്ടായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുണ്ടായ വ്യക്തമായ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. വലിയ വലിയ നേതാക്കൾ പി കൃഷ്ണപിള്ള, EMS, AKG, TV തോമസ്, S കുമാരൻ, CG സദാശിവൻ, വർഗീസ് വൈദ്യൻ, അങ്ങനെ ദീർഘമായ സൈമൺ ആശാൻ, R സുഗതൻ, കുന്തക്കാരൻ പത്രോസ്, ഇങ്ങനെ ചരിത്രത്തിൽ ഈ വിപ്ലവ ചരിത്രത്തിൻ്റെ സൃഷ്ടാക്കളായ അതിൻ്റെ നേതാക്കളും അതിൻ്റെ അധികം അറിയപ്പെടാത്ത ഒരുപാട് സാധാരണ മനുഷ്യരെയും ഒക്കെ വളരെ വിശദമായി സമഗ്രമായി അതിമനോഹരമായ ഭാഷയിൽ ഇദ്ദേഹം അവതരിപ്പിക്കുന്നു. കരപ്പുറത്തിൻ്റേതായ ഒരു സവിശേഷമായ ഭാഷയാണ് ആ നാട്ടുകാരനായ മോഹൻകുമാർ ഇതിൽ ഉടനീളം പ്രയോഗിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടും ഈ പുസ്തകം ചരിത്രപരവും സാമൂഹ്യപരവും ഭാവപരവുമായി മലയാള സാഹിത്യത്തിനും മലയാള ചരിത്രത്തിനും മലയാള ജീവിതത്തിനും ഒരു വലിയ സംഭാവനയാണ്. ഇതിൻ്റെ അതിമനോഹരമായാണ് ഇതിൻ്റെ ഈ വ്യക്തികളെയും മറ്റും അതിൽ ഗംഭീരമായി ചിത്രീകരിക്കുന്നത്. ഒപ്പം ചരിത്രവും. ഒടുവിൽ മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ് കരപ്പുറത്തെ തിരുവിതാംകൂറിനോട് ചേർത്തത്. ചേർത്ത തലം ആവണം ചേർത്തലയായത്. അന്നൊന്നും ആലപ്പുഴയില്ല. മുൾച്ചെടികളും കുറ്റിക്കാടുകളും പിടിച്ച ആൾപ്പാർപ്പില്ലാത്ത ചതുപ്പായിരുന്നു. തെക്ക് കളർകോട് കടൽ കൊള്ളക്കാരുടെ താവളമായിരുന്നു. കള്ളർകോട് തുറമുഖമുണ്ടാക്കാൻ ഇടം നോക്കി നടന്ന ദിവാൻ കേശവപിള്ളയാണല്ലോ ആലപ്പുഴയെ കണ്ടെത്തിയത്. പടിഞ്ഞാറ് കടലും കിഴക്ക് വട്ടക്കായലും കടലിലേക്ക് ഒഴുകിയെത്തുന്ന പള്ളാത്തുരുത്തിയാറും പുന്നമടയാറും കണ്ട ദിവാൻ തുറമുഖത്തിന് പറ്റിയ ഇടം ഇതുതന്നെയെന്ന് ഉറപ്പിച്ചു. പുറക്കാടിൻ്റെയും കരപ്പുറത്തിൻ്റെയും ഇടയ്ക്കുള്ള വാട നിരത്തിക്കുഴിച്ച് തോട് വെട്ടി, കടലും കായലും ചേർത്ത് വേറെയും തോട് വെട്ടി, ഇടത്തോടുകൾ വെട്ടി, ഉപ്പൂട്ടി കനാൽ വെട്ടി, കനാലിൻ്റെ കരകളിൽ പാണ്ഡികശാലകൾ കെട്ടി, ചരക്ക് കടത്താൻ കപ്പലുകൾ ഉണ്ടാക്കി, അയൽ രാജ്യങ്ങളിൽ നിന്ന് വണിക്കുകളെ വിളിച്ചു വരുത്തി, കരമൊഴിയായി ഭൂമി കൊടുത്തു കുടിപാർപ്പിച്ചു. അങ്ങനെ കരപ്പുറത്ത് തുറമുഖം വന്നു. പുത്തൻ തുറമുഖത്ത് ഗുജറാത്തികളുടെയും വടക്കു നിന്നുള്ള കച്ചവടക്കാരുടെയും കപ്പലുകൾ വന്നു. തെലുങ്ക് ദേശത്ത് നിന്ന് അരി വന്നു. ബോംബെയിൽ നിന്ന് ഉപ്പും തുണിയും വന്നു. ജാപ്പാണും പുകയില വന്നു. പകരം കുരുമുളകും കരയാമ്പൂവും ജാതിയും ഏലക്കായും ആനക്കൊമ്പും കാട്ടുവിഭവങ്ങളും തടിയും കയറ്റി തിരുവിതാംകൂറിൻ്റെ കപ്പലുകൾ വടക്കോട്ട് പോയി. അതോടെ കരപ്പുറത്തിൻ്റെ പേര് മാഞ്ഞു തുടങ്ങി. കൊച്ചു കൊച്ചു പുഴകളുടെ ദേശത്തിന് ആലപ്പുഴ എന്ന് പേരിട്ടു. ആലമെന്നാൽ ദേശം എന്നും അർത്ഥമുണ്ടല്ലോ. പുഴകളുടെ ദേശം. കേശവപിള്ള ദിവാൻ അപ്പോഴേക്കും രാജാ കേശവദാസനായി, ആലപ്പുഴയുടെ ശില്പിയായി. പിന്നെയും 6 പതിറ്റാണ്ട് കഴിഞ്ഞ് ആലപ്പുഴയിൽ ആദ്യത്തെ കയർ ഫാക്ടറി വന്നു. ഇങ്ങനെ ചരിത്രം മാത്രമല്ല, ചരിത്രവും അതുപോലെ മനുഷ്യരുടെ കഥകളും മനുഷ്യരുടെ ദുരിതകഥകളും സന്തോഷങ്ങളും എല്ലാം പകർന്നു തരുന്നൊരു പുസ്തകമാണ്. വ്യക്തികളെ ചിത്രീകരിക്കുന്നതും വ്യക്തികളെ അവതരിപ്പിക്കുന്നതിലും വളരെ ഗംഭീരമായ ഒരു കഴിവാണ് മോഹൻകുമാർ പ്രദർശിപ്പിക്കുന്നത്. സഖാവ് കൃഷ്ണപിള്ളയെയും CO മാത്യുവിനെയും കൂട്ടി CG കുന്തിരിശ്ശേരി ചെറിയ കുന്നേൽ തറവാട്ടിലേക്ക് നടന്നു. വഴി കാണിക്കാൻ കൂട്ടുപോയത് നിങ്ങളുടെ കുഞ്ഞുണ്ണി അപ്പാപ്പൻ. 8-9 ഇടച്ചാല് കടന്നു വേണം ആ പാട്ടിലെത്താൻ. കുന്തശ്ശേരി തറവാടിന് ചുറ്റും കൊച്ചു കൊച്ചു ചാലുകളാണെന്ന്. കുറിയമുട്ടം കായലിൽ ചെന്നു ചേരുന്നത്. ചാലിന് കുറുകെ 2 ആൾ നീളത്തിൽ തെങ്ങും തടിപ്പാലങ്ങൾ. പാലം കടന്ന് വന്നു നിൽക്കുന്നത് മേൽക്കൂര ഓലമേഞ്ഞ വലിയൊരു 4 കെട്ടും പടിപ്പുരയ്ക്കും മുകളിൽ. ഇങ്ങനെ ചരിത്രവും ഭൂമിശാസ്ത്രവും വ്യക്തികളുടെ തൂലികാചിത്രവും ഒരുപോലെ മനോഹരമായതിൽ അവതരിപ്പിക്കുന്നുണ്ട്. സഖാവ് വരുന്നത് കുമാരപ്പണിക്കർ ദൂരേന്നേ കണ്ടു. ഇരുണ്ടു മെലിഞ്ഞ് പൊക്കം കൂടിയ ചെറുപ്പക്കാരൻ, പരന്ന മുഖം, അല്പം നീണ്ട് ദൃഢമായ താടിയെല്ലുകൾ, വടിവൊത്ത് തെറിച്ചു നിൽക്കുന്ന മൂക്കും ജീവസുറ്റ കണ്ണുകളും, കറുത്തിരണ്ട ചുണ്ടുകളുടെ കോണിൽ ഒതുക്കി വെച്ച ഇളം പുഞ്ചിരി, എണ്ണയ്ക്കും ചീപ്പിനും വഴങ്ങാത്ത മുറ്റിത്തഴച്ച മുടി, അത് പുറകോട്ട് കോതി വെച്ചിരിക്കുന്നു. 5-6 ചുരുളൻ മുടിയിഴകൾ വിശാലമായ നെറ്റിയിലേക്ക് വീണ് കിടക്കുന്നു. മുണ്ടുമാടിക്കുത്തി കൈ രണ്ടും പിന്നിൽ പിണച്ചു വെച്ചാണ് വരവ്.
സഖാവിനെ CG കുമാരപ്പണിക്കർക്ക് പരിചയപ്പെടുത്തി. ഒറ്റ നോട്ടത്തിൽ കുമാരപ്പണിക്കർക്ക് ആദരവ് തോന്നി. മടിക്കുത്തഴിച്ചിട്ട് സഖാവ് തൊഴുതു. കറുത്തിരുണ്ട മുഖത്ത് പ്രകാശം പരന്നു. നിരയൊത്ത പല്ലുകൾ വിടർന്നു. അലക്കി വെളുപ്പിച്ച വെളുത്ത പരിക്കൻ ഉടുപ്പും മുണ്ടുമാണ് വേഷം. വിനീതനായ ഉരുക്കു മനുഷ്യൻ. വെറുതെയല്ല സഖാക്കളുടെയും സഖാവെന്ന് വിളിക്കുന്നത്. കുമാരപ്പണിക്കർ മനസ്സിൽ വന്നു. സഖാവ് കൃഷ്ണപിള്ളയെക്കുറിച്ചുള്ള വിവരണമാണ്. അമ്മേടെ യൂണിവേഴ്സിറ്റിന്ന് അഡ്മിറ്റ് കാർഡ് വന്നു കേട്ടോ. ആഹാ, അത് നന്നായല്ലോ. അപ്പോ ഈ വിസയും ടിക്കറ്റൊക്കെ കാശ് എത്ര വേണ്ടി വരുടാ? ഒരു 4-5 ലക്ഷം എന്തായാലും വേണ്ടി വരും. എത്ര ദിവസം കിട്ടും നമുക്ക്? 20-25 ദിവസം. അമ്മ ഞാനെന്താ മറുപടി അയക്കണ്ടേ? നീ ഓക്കെ പറഞ്ഞു. KSFE ഈ നാടിന്റെ ധൈര്യം. ഈ ചരിത്രം ഈ പുസ്തകത്തിലൂടെ ഇതൾ വിരിയുന്നത് വാസ്തവത്തിൽ അതിന് സമാന്തരമായി പോകുന്ന ഒരു ആധുനിക കാല ചരിത്രം കൂടി, ആധുനിക കാല സംഭവങ്ങളോടുകൂടിയാണ്. അതായത് ഡൽഹിയിൽ നിന്ന് ഈ ആലപ്പുഴയിൽ എത്തി പുന്നപ്ര വയലാറിൻ്റെ ചരിത്രം പഠിക്കുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ, വിദ്യാർത്ഥികളും ഒക്കെയായിരുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും അടങ്ങിയ ഈ ചെറിയ സംഘത്തിൻ്റെ കഥയിലൂടെയാണ്. ഇതിൽ പ്രധാനപ്പെട്ട കഥാപാത്രം അപരാജിത സാരംഗി ഈ നാട്ടിൽ നിന്ന് ഡൽഹിയിൽ പോയി കമ്മ്യൂണിസ്റ്റുകാരനും പത്രപ്രവർത്തകനും ഒക്കെയായ സഖാവ് സത്യദാസിൻ്റെ മകളാണ്. സത്യദാസ് ഒരു ബംഗാളി സ്ത്രീയാണ് കല്യാണം കഴിക്കുന്നത്. ആ കല്യാണം പിന്നെ സഫലമായില്ല. ദീർഘനാമത്തിന് ശേഷം അതൊരു വിവാഹമോചനത്തിൽ കലാശിച്ചു. ഈ അപരാജിത ആലപ്പുഴ വന്ന് ഈ കരപ്പുറത്ത് വന്ന്, അല്ലെങ്കിൽ ഈ ചേർത്തലെ പുന്നപ്ര പ്രദേശത്ത് വന്ന് തൻ്റെ അച്ഛനാക്കിയ കമ്മ്യൂണിസ്റ്റാക്കിയ ആ കാലത്തെയും ആ വ്യക്തികളെയും ആ ചരിത്രത്തെയും പഠിക്കുന്ന ഒരു കഥയാണ്. അപ്പോൾ ആ കൂട്ടരുടെ കഥ ഇതിനോടൊപ്പം സമാന്തരമായി പോകുന്നു. അവർ ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകളിൽപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ്. ഒപ്പം അവർ ലാറ്റിൻ അമേരിക്കയിലും മറ്റും നടക്കുന്ന സമരങ്ങളോടും മറ്റും ആഴത്തിൽ പഠിച്ചവരാണ്. അതിനോടൊപ്പം തന്നെ ഈ കഥയ്ക്ക് പുന്നപ്ര വയലാർ സമരത്തിന് ഒരു വർത്തമാനകാല ബന്ധം കൂടി ഈ നോവൽ തുന്നിച്ചേർക്കുന്നുണ്ട്. അതായത് ദണ്ഡകാരണ്യത്തിലും ബസ്താറിലും മധ്യപ്രദേശിലുമൊക്കെ നടന്ന മാവോയിസ്റ്റ് സമരങ്ങളുടെ, മാവോയിസ്റ്റ് വിപ്ലവങ്ങളുടെ, മാവോയിസ്റ്റ് പ്രസ്ഥാനങ്ങളുമായി ഇതിനെ ഒരു പ്രത്യേക രേഖയിലൂടെ ബന്ധിപ്പിക്കുന്നുണ്ട്. ഈ ചെറുപ്പക്കാരുടെ കൂട്ടത്തിൽ ഒരാൾ ആ മാവോയിസ്റ്റ് പ്രസ്ഥാനത്തിൽ പെട്ട ആളാണ്. അങ്ങനെ ചരിത്രത്തെ വളരെ ഇത്ര വർഷം മുമ്പ് നടന്ന ഒരു 10-60-70 വർഷം മുമ്പ് നടന്ന ഒരു സംഭവവും ആധുനിക കാലവും തമ്മിലുള്ള രാഷ്ട്രീയവും ഭാവപരവുമായിട്ടുള്ള, മാനുഷികവുമായിട്ടുള്ള, ചരിത്രപരമായിട്ടുള്ള ആ ബന്ധത്തിൻ്റെ ഒരു രേഖയിലൂടെയാണ് ഈ നോവൽ യാത്ര ചെയ്യുന്നത്. ഏറ്റവും ഗംഭീരമായ പുസ്തകങ്ങളിലൊന്നാണ് അടുത്ത കാലത്ത് വായിച്ച ഉഷ്ണരാശി.